ഹായ് ഓൾ, ഇറ്റ്സ് മീ ആദർശ്. വെൽക്കം ബാക്ക് ടു മലബാർ ട്രേഡർ. അപ്പോൾ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് വരുന്നുണ്ട്. നിഫ്റ്റിയിൽ കോൾ ഓപ്ഷനിലാണ്. കോൾ ഓപ്ഷൻ 23,800 കോൾ ഓപ്ഷനാണ് ഇപ്പോൾ അറ്റ് ദ മണി ആയിട്ടുള്ളത്. സോ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. 23,800 കോൾ ഓപ്ഷൻ നിഫ്റ്റി. ഓക്കെ, അതിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. ബൈ കൊടുക്കാം. നമ്മൾ നോർമലി എടുക്കുന്ന പോലെ തന്നെ 390 ക്വാണ്ടിറ്റി, സ്റ്റോപ്പ് ലോസ് അല്ല കവർ ഓർഡർ 6 പോയിൻറ്റ് SL മാർക്കറ്റ് ഓർഡറും. ഓക്കെ, എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. സോ എൻട്രി ഇതുവരെ വന്നില്ല, സ്റ്റിൽ വെയിറ്റിംഗ് ആണ് എൻട്രിക്ക് വേണ്ടിയിട്ട്. പ്രീമിയം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റേഞ്ചിലാണ് ഉള്ളത്. 23,800 കോൾ ഓപ്ഷൻ. കുറച്ചും കൂടെ താഴേക്ക് വരണം. അതേപോലെ എൻട്രി നമുക്ക് വരുന്നത് ഒന്നും കൂടെ മാർക്കറ്റ് താഴേക്ക് വരണം. നിഫ്റ്റിയിൽ ഡേലോ ഒന്നും കൂടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. 23,813.65 ആണ്. ആ ലെവൽ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 1 മിനിറ്റിൽ എൻട്രി വന്നില്ല, വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് നോക്കിയൊക്കെ എൻട്രി വരുന്ന സമയത്ത് ഞാൻ പറയാം. നമ്മുടെ എൻട്രി വരുന്നുണ്ട് നിഫ്റ്റിയിൽ. നമ്മൾ പറഞ്ഞ പോലെ ഡേലോ ഒന്നും കൂടെ ടാപ്പ് ചെയ്ത്, ഡേലോ ടാപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ ലോയും കൂടെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് എൻട്രി നോക്കാം. പ്രൈസ് 190. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. ബൈ ചെയ്യാം. ഓക്കെ, നമുക്ക് എൻട്രി കിട്ടിയ പ്രൈസ് നോക്കുകയാണെങ്കിൽ 194.05 നമുക്ക് എൻട്രി വന്നത്. അതിവിടെ പ്രീമിയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ഡേലോ എടുത്തില്ല, വീണ്ടും ഡേലോൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല. 194.05. ഓക്കെ, ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അതിൽ 1:5 എന്ന് പറഞ്ഞാൽ 30 പോയിൻറ്റ്സ് ആണ്. പക്ഷേ അതല്ല, 1:5 അല്ല. നിഫ്റ്റീൻ്റെ ചാർട്ടിൽ 2 ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് തൊട്ടടുത്തുള്ള. ഒന്ന് ഇവിടെ മാർക്ക് 23,833.1, പിന്നെ അതിൻ്റെ മേലെ ഈ റേഞ്ചിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് 23,860 റേഞ്ചിൽ. അപ്പോൾ 2 ലിക്വിഡിറ്റി ഏരിയാസ് അടുത്തടുത്തുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഈ എൻട്രി കിട്ടിയത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലിൽ നിന്നാണ്. മാർക്കറ്റ് നല്ലൊരു ഫാള് വന്നിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലെവലിൽ നിന്നാണ് നമുക്ക് മേലേക്കുള്ള ഒരു എൻട്രി കിട്ടിയത്. അങ്ങനെ ഒരു എൻട്രി കിട്ടിയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ ടാർഗറ്റ് വെക്കാം. തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ ലിക്വിഡിറ്റി ഏരിയാസ് കൺസിഡർ ചെയ്യാതെ വലിയ ടാർഗറ്റ് വെക്കാൻ പറ്റും. നോക്കുകയാണെങ്കിൽ മനസ്സിലാവും മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഫാളോ വരുന്നുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് വന്ന് ചെറിയൊരു പുൾ ബാക്ക് വന്ന് വീണ്ടും ഫാളോ വന്ന് ഒരു നല്ലൊരു പ്രോപ്പർ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. സോ നല്ലൊരു റിവേഴ്സലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നല്ല റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വലിയ ടാർഗറ്റ് വെക്കാൻ പറ്റും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ബാക്കി അങ്ങോട്ട് ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ട്രേഡ് ഇതുവരെ എക്സിറ്റ് ആയില്ല. 1:5ഉം 10 ഈസി ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇനിയും സ്റ്റിൽ റണ്ണിങ് ആണ് ട്രേഡ്. ഞാൻ വെച്ച ടാർഗറ്റിൻ്റെ അടുത്ത് എത്താനായിട്ടുള്ളൂ. 23,956.45 ടാർഗറ്റ് വെച്ചത്. ട്രേഡ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 30,000 റുപ്പീസോളം പ്രോഫിറ്റ് റണ്ണിങ് ആണ്. ഇപ്പോൾ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ മേലേക്ക് പോയാൽ എത്തും. നോർമലി ഇത്ര വലിയ ടാർഗറ്റ് വെക്കില്ല, തൊട്ടടുത്ത ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ഇറങ്ങലാണ് പൊതുവേ ചെയ്യാറ്. പക്ഷേ ഇപ്പം മെല്ലെ മെല്ലെ ടാർഗറ്റ് അങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. ഞാൻ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒറ്റയടിക്ക് നമ്മളങ്ങനെ വലിയ ടാർഗറ്റ് വെക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിലൊക്കെ ട്രേഡിങ്ങിൽ. പക്ഷേ മെല്ലെ നമുക്കങ്ങനെ വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ട്രൈ ചെയ്ത് ടാർഗറ്റിൻ്റെ വലിപ്പം കൂട്ടി കൊണ്ടുവരികയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് അത്യാവശ്യം വലിയൊരു ടാർഗറ്റ് വെച്ചത്. വേണമെങ്കിൽ ഡേഹേ വെക്കാനും, പക്ഷേ അത്ര വലുതിലേക്ക് പോയില്ല, മെല്ലെ കൂട്ടി കൊണ്ടുവരുന്നുള്ളൂ. സോ നമ്മൾ എൻട്രി നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എൻട്രി വന്നത്. എൻട്രീൻ്റെ ടൈം നോക്കുകയാണെങ്കിൽ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എൻട്രി 11:15 നമ്മൾ എൻട്രി വന്നത്. ആ 11:15 ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലാണ് ഈ ക്യാൻഡിൽ. അത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ടിപ്പസ്റ്റ് ക്യാൻഡിലാണ്, ഇന്നത്തെ ഡേ ലോവസ്റ്റ് ക്യാൻഡിലാണ് 11:15 ക്യാൻഡിൽ പറഞ്ഞത്. മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു ഫാൾ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഓപ്പൺ ആയതിനു ശേഷം. അങ്ങനെ ഒരു ഹെവി ഫാൾ വന്നതിന് ശേഷം ഏറ്റവും ലോ ഒരു യു ഷേപ്പാണ് ഇന്ന് മാർക്കറ്റ്. ഇവിടെ നോക്കിയാൽ കാണാം, താഴെ വരെ വന്നിട്ട് കയറിപ്പോയതാണ്. അപ്പോൾ ആ യു ഷേപ്പിൽ ഏറ്റവും ടിപ്പസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തത്. 1 മിനിറ്റിലുള്ള ഏറ്റവും ടിപ്പസ്റ്റ് ക്യാൻഡിലാണ് നമുക്ക് എൻട്രി കിട്ടിയത്. അങ്ങനെ എപ്പോഴൊന്നും കിട്ടില്ല, വല്ലപ്പോഴും മാത്രമേ കിട്ടുള്ളൂ, റെയറായിട്ടൊക്കെ കിട്ടുള്ളൂ. എന്തായാലും ഇന്ന് അങ്ങനത്തെ ഒരു എൻട്രി കിട്ടി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിവേഴ്സലാണ്. ഇനി അവിടെ നിന്ന് എൻട്രി എടുക്കുകയും ചെയ്ത് അതിനുശേഷം അത്യാവശ്യം ഹ്യൂജായിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ക്യാച്ച് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് കുറവാണ്. പ്രോബബിലിറ്റിയും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു റിവേഴ്സലാണ്. നല്ല ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് നല്ല റിവേഴ്സലായിട്ട് വരുന്നുണ്ട്. എല്ലാ മാർക്കറ്റ് കണ്ടീഷനും ഓക്കെയാണ്. സോ ഇനിയും ബുള്ളിഷായിട്ട് മേലേക്ക് പോകാനാണ് എനിക്ക് ചാൻസ് തോന്നുന്നത്. ഓക്കെ.
ഇനിയും ബുള്ളിഷായിട്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വെച്ച ടാർഗറ്റ് ഇവിടെയാണ് 23,956.45. അപ്പോൾ അത് ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മേലെ പോയി ഡേ ഹൈ ഒക്കെ എടുക്കാനാണ് എനിക്ക് പ്രോബിലിറ്റി തോന്നുന്നത്. പക്ഷേ അത്ര വലിയ ടാർഗറ്റിലേക്ക് വെക്കുന്നില്ല, ഈ ഒരു ലെവലിലെ ടാർഗറ്റ് വെക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് നോക്കാം. ഓക്കെ. ഓക്കെ, ആ ട്രേഡ് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ട്രേഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാം. അതിൽ പൊസിഷൻസിൽ നോക്കുകയാണെങ്കിൽ 36,000 ആണ് നമുക്ക് അതിൽ കിട്ടിയ പ്രോഫിറ്റ്. സിംഗിൾ ട്രേഡാണ്, ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. ഒറ്റ ട്രേഡിലാണ് 36,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ലെവൽ ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തില്ല. ടാപ്പ് ചെയ്തതിനു ശേഷം ചെറിയൊരു മൊമെൻറ്റം കൂടെ മേലേക്ക് വന്നപ്പോഴാണ് എക്സിറ്റ് ചെയ്തത്. ഇവിടെ ടൈം കാണാം എക്സിറ്റ് ചെയ്ത. പ്രൈസ് നോക്കുകയാണെങ്കിൽ 287.1 എക്സിറ്റ്. 287 എന്ന് പറയുമ്പം 287.1. ഓക്കെ, ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് എക്സിറ്റ് വന്നത്. അതിൻ്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ 93 പോയിൻറ്റ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് 100 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആ ഒരു ട്രേഡിൽ, ഒറ്റ ട്രേഡിൽ, സിംഗിൾ ട്രേഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ റിസ്ക് റിവാർഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം 1:15 ആണ് ഇതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞത്. 1:15 എന്ന് വെച്ചാൽ ഈ ഒരു ടാർഗറ്റ് അടിച്ചതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു 15 ട്രേഡ് കണ്ടിന്യൂസ് എനിക്ക് SL അടിച്ചാൽ പോലും ഈ ഒരു പ്രോഫിറ്റ് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേയുള്ളൂ. 15 ട്രേഡാണ്, 1, 2, 3, 4 ഒന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 15 ട്രേഡ്സ്, കണ്ടിന്യൂസ് ആയിട്ട് 15 ട്രേഡ് SL അടിച്ചാലേ ഉള്ളൂ ഈ ഒരു പ്രോഫിറ്റ് എനിക്ക് നഷ്ടപ്പെടുള്ളൂ. സോ അതാണ് ഇത്ര വലിയ റിസ്ക് റിവാർഡ് വെക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. ഞാൻ റിസ്ക് റിവാർഡ് പണ്ടൊക്കെ 1:2 ഒക്കെ ആയിരുന്നു. അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നാണ് 1:3, 4 എന്നുള്ള റേഞ്ചിലേക്ക് കൊണ്ടുവന്ന് പിന്നെ 1:5 ആയി ഒരു ആവറേജ് റിസ്ക് റിവാർഡ് വെക്കുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴും 1:5 തന്നെയാണ് ആവറേജ്. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നല്ല ഓപ്പർച്യൂണിറ്റി കാണുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കൂട്ടി വെച്ച് നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല ട്രേഡാണ്. 11:15 എൻട്രി എടുത്ത് 13:23 എക്സിറ്റ് ആയത്. ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂറിലും കൂടുതലുണ്ടായിന് ട്രേഡ്. 2 മണിക്കൂർ 10-15 മിനിറ്റ് ഉണ്ടായിന്. സോ കുറച്ച് ടൈം നിന്നൊരു ട്രേഡാണ്. 2 മണിക്കൂർ, പക്ഷേ 2 മണിക്കൂർ കൊണ്ട് 36,000 ഇട്ട് പറഞ്ഞാൽ അത്ര ചില്ലറ കാര്യമില്ലല്ലോ. അത്യാവശ്യം നല്ല ബെനിഫിറ്റ് തന്നെയാണല്ലോ. പക്ഷേ ഈ 2 മണിക്കൂർ എടുത്തുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ കിട്ടണമെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്കും ഇതൊക്കെ ഉണ്ട്. കുറേ ഇയേഴ്സ് ഓഫ് പെയിനും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഈ ഒരു 2 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം വരിക. ഇങ്ങനത്തെ പ്രോഫിറ്റ് മാത്രം കണ്ടിട്ട് പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും ചാടി ഇറങ്ങരുത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ട്രേഡ് നോക്കണില്ല. ഇന്നെന്തായാലും സമയം ഉച്ചയായിക്കണേ, 1 മണി 1:30 ആയിക്കണേ. ഇനി എന്തായാലും ഫുഡൊക്കെ പോയി കഴിക്കണം. ഇനി ട്രേഡ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മാർക്കറ്റ് വീണ്ടും ആ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് കളിക്കുന്നുണ്ട്. ഇനി മേലേക്ക് വരാൻ തന്നെയാണ് ചാൻസ്. ഡേ ഹൈ എന്തായാലും എടുക്കാനുള്ളൊരു പ്രോബിലിറ്റി കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കൺസോൾട്ടേഷൻ ആയിരിക്കും ഉണ്ടാവാം. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ എടുത്ത ഒറ്റ ട്രേഡ് മാത്രമേ ഉള്ളൂ. 36,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടിയത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. നമ്മൾ രാവിലെ പറഞ്ഞ എൻട്രിയാണ്. ഒറ്റ ട്രേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ട്രേഡ്സ് ഒന്നുമില്ല. മാർക്കറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ടാർഗറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും മേലേക്ക് കയറിയിട്ട് ഡേ ഹൈ ടാപ്പ് ചെയ്തു. ഡേ ഹൈ ടാപ്പ് ചെയ്തതിന് ശേഷം അവിടെ ആ റേഞ്ചിൽ തന്നെ അവിടെ നിന്നു. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് കൊടുത്തുന്ന അത്യാവശ്യം പ്രീമിയം നന്നായിട്ട് മേലേക്ക് കയറിയിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഏറ്റവും ഹൈലൈറ്റ് ആയ സംഭവം നമ്മളെ എൻട്രിയാണ്. എൻട്രി നമ്മളെ അത്രയും ടിപ്പിലാണ് എൻട്രി വന്നത്. ഇവിടെ ടൈം നോക്കുകയാണെങ്കിൽ 11:15 നമ്മൾ എൻട്രി. സോ 11:15 എന്നാൽ ഈ ഒരു ക്യാൻഡിലാണ്. സോ ഇന്ന് ടോട്ടൽ ഇത്രയും മാർക്കറ്റ് കളിച്ചതിൽ ഏറ്റവും ലോവസ്റ്റ് ക്യാൻഡിലാണ് ഈ 11:15 ക്യാൻഡിൽ. ആ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്തതും. സോ ടാർഗറ്റ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടാർഗറ്റ് ഞാൻ മെല്ലെ മെല്ലാണ് കൂട്ടിക്കൊണ്ടുവന്നത്. നോർമലി ഇവിടെയുള്ള തൊട്ടടുത്ത ലിക്വിഡ് ഏരിയസ് ഒക്കെ ആയിരിക്കും വെക്കുന്നത്. പക്ഷേ ഇപ്പം മെല്ലെ മെല്ലെ കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഇന്ന് ഓൾമോസ്റ്റ് 1:15 ആണ് റിസ്ക് റിവാർഡ് കിട്ടിയതും. സോ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ. അത്യാവശ്യം നല്ല ട്രേഡിനാണ്. പിന്നെ ഈ മാസം ഞാൻ തീരെ വീഡിയോസൊന്നും ചെയ്തില്ല, ഫുള്ള് ബിസിയാണ്. ബിസി എന്ന് വെച്ചാൽ വിഷുവിൻ്റെ ഈ മാസം, പിന്നെ നാട്ടിൽ അമ്പലത്തിൽ ഉത്സവം അങ്ങനെയൊക്കെ ആയിട്ട് ഈ മാസം എന്തായാലും വീഡിയോസൊന്നും ചെയ്യുന്നില്ല വിചാരിച്ചാണ്. ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഡെയിലി റെക്കോർഡ് ചെയ്ത് വെക്കും വീഡിയോസ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട്. പക്ഷേ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഇന്നും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചെടുത്തൊന്നുമല്ല. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ, ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഹയസ്റ്റ് പ്രോഫിറ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ ചെയ്താളാന്ന് വിചാരിച്ച്. ഇതുവരെ എനിക്ക് തോന്നുന്ന ഇതുവരെ കിട്ടിയതിൽ 32,000 ആണ് ഇതിനൊരു സിംഗിൾ ട്രേഡിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടിയെന്ന്. ഞാൻ ചാനലും ഇതൊക്കെ തുടങ്ങിയതിന് ശേഷം 32,000 ആണ് ഇതിന് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയത്.
സോ അതിനും കൂടുതലാണിത്. സോ ഇതുവരെ കിട്ടിയാൽ വെച്ച് ഏറ്റവും ഹയസ്റ്റ് പ്രോഫിറ്റ് ഇതായിരിക്കും 36,000. അതുകൊണ്ട് ഇന്ന് എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഫ്രൈഡേ ഒക്കെ നാളെ മാർക്കറ്റില്ല, ലീവാണ്. പിന്നെ ഇനി അടുത്ത മാസം ആസ് യൂഷ്വൽ വീഡിയോസ് ഉണ്ട്. പിന്നെ കുറച്ച് എഡ്യൂക്കേഷൻ കണ്ടൻസിൽ ഞാൻ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ കണ്ടൻസും അതേപോലെ ഷോർട്ട് വീഡിയോസിലും കുറച്ച് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചാനലിൽ വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ 2 മാസത്തെ PNLും അപ്ലോഡ് ചെയ്യാനുണ്ട്. അതും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഏപ്രിൽ 30 കഴിഞ്ഞ ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരിയിലത്തെ വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ജനുവരി, ഫെബ്രുവരിയിലത്തെ വരെ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ചും ഏപ്രിൽ 2 മാസം ചെയ്യാണ്ട്. ഏപ്രിലിൽ ഇപ്പോൾ എന്നാണ് കഴിഞ്ഞത്. സോ ഏപ്രിലത്തതും മാർച്ചിൽ 2 കൂടെ ഒരുമിച്ചിട്ട് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്യുന്നതായിരിക്കും PNL. അത് കഴിഞ്ഞാൽ പിന്നെ ലൈവ് ട്രേഡും കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ ഇനി പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.